ഒന്നും വേണ്ട പോയിക്കോളൂ. അങ്ങനത്തെ ഒരു കാലുണ്ടായിരുന്നല്ലോ, ആ ശനി ഞായറൊന്നും ഓടിയെന്ന്. അപ്പോൾ ഇവനൊന്നും മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഇൻസ്റ്റയില്, ബ്രോ എൻ്റെ കയ്യിൽ ഒരു ടെൻ്റ് ഉണ്ട്. ഹായ് ചെങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ദിവസം സാധാരണഗതിയിൽ ഓട്ടം മോശമാവാറാണ്. ഇല്ലാന്നാണെങ്കിൽ ചില ഞായറാഴ്ചകളിൽ നമുക്ക് മുമ്പൊക്കെ ഞായറാഴ്ച എന്ന് പറയുന്നത് നമുക്ക് നല്ല ലോങ് ട്രിപ്പൊക്കെ കിട്ടിയിരുന്ന ദിവസമാണ്. അതായത് ഞായറാഴ്ചകളിൽ 200-ൻ്റെയും 300-ൻ്റെയും ട്രിപ്പുകളൊക്കെ 1-2 കിട്ടിയിരുന്ന ഞായറാഴ്ചകളായിരിക്കും. ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ പൊതുവേ മോശമാണ്. പക്ഷെ എന്നാലും നമുക്ക് ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും ഒരു ഞായറാഴ്ച നമ്മൾ കടന്നു പോകുന്നത് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. നമ്മുടെ വണ്ടി ഞാൻ അവിടേക്ക് കയറ്റിയിട്ടിട്ടുണ്ട്. നമ്മളവിടെ ചായ കുടിക്കണം, ചിന്നു കുളിക്കാൻ വേണ്ടിയിട്ട് പോയി. ആര്യതവിടെ ഫോണുമ്മ കളിക്കണം. ആര്യക്ക് ചെറിയൊരു പനിയുണ്ട്. അപ്പോൾ മുഖമൊക്കെ ഒന്ന് എന്താ പറയുക, ഓളെ വീഡിയോ തന്നെ കാണാം. ഓക്കെ, മുഖമൊക്കെ ഒന്ന് തടിച്ചിട്ടുണ്ട് അവളുടെ. പിന്നെ ഞാൻ ഇറങ്ങുവാണ്. ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ കേട്ടോ, കുറച്ച് നേരത്തെ എന്ന് പറയുമ്പോൾ 8:45 ആയിട്ടുള്ളൂ. 8:45 കഴിഞ്ഞ് 8:50 ആവാനായിട്ടുണ്ട്. ഞാൻ പോട്ടാ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും ഒരു കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓട്ടോ ലൈഫാണ് ഇന്നത്തെ ദിവസം. ഓട്ടോ ഓടി വെക്കാം, എന്താണ് അവസ്ഥ എന്നറിയാലോ. ഏതാണ്ട് ഉച്ച വരെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും ഓട്ടം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഓട്ടം മോശമാണെങ്കിൽ ഞാൻ തിരിച്ചു പോരും. തിരിച്ചു പോന്നിട്ട് നമുക്ക് പരിപാടി എന്താ വെച്ചാൽ വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട്. അപ്പോൾ വീഡിയോ എഡിറ്റിങ് പരിപാടിയൊക്കെ നോക്കൂട്ടോ. അല്ലാന്നാണെങ്കിൽ നമ്മളങ്ങനെ ഓടും, കുഴപ്പമൊന്നുമില്ല. നമ്മളുടെ ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് തന്നെ വണ്ടിയിലേക്ക് എണ്ണ അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പമ്പ് ലക്ഷ്യം വെച്ചാണ് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഞാൻ മെയിൻ റോഡിൽ കയറിയിട്ടുണ്ട്. ഇവിടെ നിന്നൊരു 200 മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾക്കൊരു പെട്രോൾ പമ്പ് ഉണ്ട്. നമ്മൾ സാധാരണ എണ്ണ അടിക്കുന്ന പെട്രോൾ പമ്പാണ്. ഞാൻ ഇവിടെ നിന്ന് തന്നെ അടിക്കില്ല, ഞാൻ ഇവിടെ നിന്നാണ് വണ്ടൂർ ടൗണിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ അടിക്കുന്ന പമ്പ് ഈ ഒരു പമ്പാണ്. ഇവിടെ ഞങ്ങൾക്ക് അധികം ട്രിപ്പ് കിട്ടുന്നത് ഈ റോഡിനാണ്. ഇത് കാളികാവ് റോഡാണ്. ഈ റോഡിന് ഞങ്ങൾക്ക് കൂടുതൽ ട്രിപ്പ് കിട്ടുക. അപ്പൊ ഈ ഒരു പമ്പിൽ നിന്നാണ് ഞാൻ അധികം എണ്ണ അടിക്കാറ്. അപ്പൊ ചെങ്ങന്മാരെ, അപ്പൊ നിർത്താം. നമ്മൾക്ക് രാവിലെ തന്നെ കഴിഞ്ഞിട്ട് കിട്ടിയിരിക്കുകയാണ് 10 രൂപ. 10 രൂപ കിട്ടി. വണ്ടി ഓഫാക്കാൻ മറന്നു. ഞാൻ ലൈനിലെത്തിയിട്ടുണ്ട്. ഇപ്പൊ ഒരു 6ാമത്തെ വണ്ടിയോ 7ാമത്തെ വണ്ടിയൊക്കെ ആയിട്ട് നിർത്തിയിട്ടുണ്ട്. ഞായറാഴ്ച അല്ലേ, പൊതുവെ ഞായറാഴ്ചകളിൽ ഡ്രൈവർമാരങ്ങോട്ട് ചാടിപ്പാഞ്ഞ് വരാറില്ല. അപ്പോൾ എന്നാലും ഉണ്ടാവും വണ്ടി. കുറച്ച് കഴിയും, ഒരു 9 മണി കഴിയും, 10 മണി കഴിയും. ചെങ്ങന്മാരെ ആദ്യത്തെ ട്രിപ്പ് കിട്ടിയിരിക്കുകയാണ്. വാണിയമ്പലത്തേക്കായിരുന്നു. 70 രൂപ പോയിന്റിലേക്കാണ്. വാണിയമ്പലത്തിൽ കളി നടക്കുന്നുണ്ട് കേട്ടോ. അഖില ഇന്ത്യ 7th ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നുണ്ട്. വാണിയമ്പലം സ്കൂൾ ഗ്രൗണ്ടിലാണ്. അപ്പൊ ഇവിടേക്ക് 70 രൂപയാണ് പറഞ്ഞില്ലേ. പള്ളിയിലേക്കായിരുന്നു. ഇന്ന് ഞായറാഴ്ച അല്ലേ, ചർച്ചിലേക്കായിരുന്നു. ഇവിടെ ഒരു അമ്പാണത്തെ ഞാൻ ചാടിയത്. ഇതിപ്പോ റെയിൽവേ ട്രാക്കാണ്, റെയിൽവേ ക്രോസിങ്. അപ്പോ ഇവിടെ പുതുതായിട്ട് വെച്ചൊരു അമ്പുകൊണ്ട് ചെങ്ങന്മാരെ മലഞ്ഞിക്കണ് മനുഷ്യന്മാരെ. ഇതായിരുന്നു ആദ്യത്തെ അമ്പ്. ഇപ്പൊ ഈ ചാടുണ്ട്, അതൊക്കെ ചാടി. ഇതാണ് ഇപ്പൊ പുതുതായിട്ട് വെച്ചത്. ഇതുകൊണ്ടായിട്ട് കുടുങ്ങിക്കണ്. എന്തൊരു അമ്പ അത്. അത് ആളുകളെ കൊണ്ട് ചാടുമ്പോഴേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആളുകൾക്ക്. ഇവിടെ മടക്കണ്ടോക്കാൻ മതി. വണ്ടൂർ ഇപ്പൊ നമ്മള് വാണിയമ്പലത്തേക്ക് പോയത് ഒരു 70 രൂപയുടെ ട്രിപ്പ്. അവിടെ നമുക്ക് 3 പേരെ ഇങ്ങോട്ട് റിട്ടേൺ കിട്ടി. അപ്പൊ അത് 70 എന്തായി 100 മനസ്സിലായോ. അപ്പൊ അതാണ് കളി. അങ്ങനെ കിട്ടണം നമ്മൾക്ക് മടക്കം. ആകുമ്പോ എണ്ണ പൈസ പോകുന്നു കിട്ടും. എണ്ണ പൈസ പോകുന്നു കിട്ടി. ഈ വീണ്ടും ലൈനിലേക്ക് കയറ്റിയിട്ടുണ്ട്. നമ്മളിവിടെ ഒക്കെ ഉണ്ട്. 9:56 ഫസ്റ്റ് ക്യാപ്പിലുണ്ട്. 2ാമത്തെ ട്രിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. സ്റ്റാൻഡിൽ നിന്നും ആരെല്ലാം ഇറങ്ങി വരുന്നിട്ട് നമ്മൾക്കൊരു 200 രൂപയുടെ ട്രിപ്പ് തരുവാണെങ്കിൽ വളരെ സന്തോഷമായി. ഇറങ്ങി വരാൻ സാധ്യത ഉണ്ട്, ഇറങ്ങി വരാതിരിക്കാനും സാധ്യത ഉണ്ട്. പക്ഷെ നമ്മുടെ ശുഭാർത്ഥി വിശ്വാസം, നമ്മ ഇവിടെ ശുഭാർത്ഥി വിശ്വാസം. അല്ലെങ്കിൽ തന്നെ ഇന്നെ കുറെ ആളുകള് ഇതിൽ ഭാഷ പഠിപ്പിക്കുന്നുണ്ട്. മഴയല്ല മഴ, പുഴയല്ല പുഴ, അങ്ങനെ ഇരുടല്ല ഇരുട്ട്. ശരിയാവും. വിളിച്ചിട്ടുണ്ട്, പോയോട്ടെ. 30 രൂപ ചില്ലറല്ലേ. 30 വണ്ടി. ഒന്നുമില്ല ചില്ലറ ഒന്നുമില്ലാത്തൊരവസ്ഥയായിട്ടുണ്ട്. മിംസ് ഹോസ്പിറ്റലിലേക്ക് ട്രിപ്പ് പോകാൻ കാരണം ആളിറക്കിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചത് ഒരു 200 രൂപ, എനിക്ക് കിട്ടിയത് ഒരു 30 രൂപ. തളരില്ല രാമൻകുട്ടി, തളരില്ല.
ഏറ്റവും വലിയ സംഭവം എന്താ വെച്ചാല്, മുമ്പൊക്കെ ഞാനിങ്ങനെ മടങ്ങി പോകുമ്പോ നമ്മൾക്ക് അങ്ങോട്ടേക്ക് അല്ലെങ്കിൽ വേറെ എവിടേക്കൊക്കെ ട്രിപ്പ് കിട്ടുമായിരുന്നു, കൂട്ടിക്കുളത്തേക്ക് കിട്ടും ട്രിപ്പ്. പക്ഷെങ്കിൽ ഇപ്പൊ അത് കിട്ടുന്നില്ല. ഇപ്പൊ നമ്മൾ ഈ പോക്ക് അങ്ങനെ പോയിട്ട് സ്റ്റാൻഡിൽ കൊണ്ടുപോയി നിർത്തും, വീണ്ടും അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊരു ലോക്കൽ കിട്ടും. അങ്ങനെയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്നൊരു മാറ്റം വരുന്നില്ലല്ലേ. കുറെ കാലമായിട്ട് ഇപ്പൊ ഇതെങ്ങനെയാണ്. അപ്പൊ ആ ഒരു വെക്കേഷൻ ടൈമിലൊക്കെ ആയെന്ന് സ്കൂൾ പൂട്ടിയത് കൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കില്ലാത്ത രീതിയിൽ ഒക്കെ ഒന്ന് ഓടി തുടങ്ങിയിരുന്നു. പക്ഷെ അന്ന് തന്നെ നമുക്ക് കാര്യമായ രീതിയിൽ ഓടാൻ വേണ്ടി പറ്റിയില്ല. നമുക്ക് ഫോൺ ട്രിപ്പ് വരില്ലേ. ഹലോ, അവരുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ. ചിലപ്പോ അങ്ങാടിയിലേക്ക് വരാനായിരിക്കാം, ഇല്ലാന്നാണെങ്കിൽ വേറെ എവിടേക്കെങ്കിലും പോകാനായിരിക്കാം. ഇവിടെ ഉണ്ടോ, നാട്ടിലുണ്ടോ എന്നാ ചോദിക്കുന്ന ആളുകൾ വിളിക്കുന്നവരെ. കാരണം നമ്മളിവിടെ ഇല്ലാന്ന് പറയല്ലേ ഇവരോട്. ഇവർക്കൊക്കെ മനസ്സിലായി നമ്മളിവിടെ ഇല്ലാന്നുള്ളത്. വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാരും വിളിക്കുമ്പോ ഇപ്പൊ എന്നോട് അങ്ങനെ ചോദിക്കുള്ളൂ. ഇത് നിംസ് ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ്. പക്ഷെങ്കിൽ അവള് എനിക്ക് എന്റെ ഫ്രണ്ടാട്ടാ, ഞാനതാണ് അവളെന്ന് പറയുന്നത്. 50 രൂപ തന്നു. അത് വെച്ചോ ആവുക. ശരിക്കും 40 റുപ്യന്റെ സംഭവമുള്ളൂ. 40 റുപ്യന്നെ നമ്മളൊരു വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണ് അതൊക്കെ. ഞാൻ 30 മനസ്സിൽ കരുതിയത് അത് വാങ്ങിച്ചാൽ മതി എന്നുള്ളത്. പക്ഷെങ്കിൽ അവൾ 50 റുപ്യ എന്നിട്ട് വെച്ചോ പൊക്കോ എന്ന് പറഞ്ഞു. അവള് നമ്മ വീഡിയോ കാണലുണ്ടാവോ? എനിക്കതാ തോന്നുന്നത്. വീഡിയോ കാണുന്ന ആൾക്കാരാകുമ്പോഴേ 10 റുപ്യ ഏറെ തരാൻ തോന്നുന്നു. കാരണം ഇവിടുത്തെ അവസ്ഥ ഇങ്ങനെ പറയല്ലേ. അത് കരുതിയാണ്ട് നിങ്ങൾ വണ്ടിയിൽ കയറുമ്പോ, പ്രേക്ഷകരായ നിങ്ങൾ വണ്ടി വിളിക്കുമ്പോ വണ്ടിയിൽ കയറുമ്പോ തീർച്ചയായിട്ടും എനിക്ക് ഏറെ തരേണ്ടതില്ല. നിങ്ങൾ കൃത്യമായ ചാർജ് തന്നാൽ മതി. ഞാൻ എത്രയാണ് നിങ്ങളോട് ചാർജ് പറയുന്നത് അത് കൃത്യമാണോ എന്ന് പരിശോധിച്ചിട്ട് അത് മാത്രം തന്നാൽ മതി നിങ്ങൾ കേട്ടാ. ഇന്നത്തെ ഒരു സുഖം എന്താ പറയുക, നിങ്ങൾക്ക് റോട്ടിൽ വണ്ടികൾ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ട്രിപ്പ് കഴിഞ്ഞ് മറ്റൊരു ട്രിപ്പ് എടുക്കാനോ അല്ലെങ്കിൽ സ്റ്റാൻഡിലേക്ക് എത്താനൊക്കെ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. എന്റെ സ്റ്റാൻഡിൽ ഒരു കാർ ഓടാൻ വേണ്ടിയിട്ട് വന്നത്, അത് എക്സ്പ്രസ്സോ. ഓക്കെ, അവിടെ കട്ടെ നമ്മളെ ചെക്കൻ്റെ വണ്ടി. അതിലൊന്ന് കയറിയിട്ട് വെറുതെ കണ്ട് വർത്താനം പറഞ്ഞോളാം. പതിനൊന്ന് മണിയായി. 3ാമത്തെ ട്രിപ്പിന് വേണ്ടിട്ട് മുന്നിലിരിക്കുകയാണ്. നേരത്തെ അസ്ലമ്മ വണ്ടി വേണമെന്നൊക്കെ ചോദിച്ചാണ്ടി ഞങ്ങള്. ഏതാപ്പൊക്കെ ചോദ്യം അല്ലേ. അതേമാതിരി ചോദിക്കണം കേട്ടോ. ഞാൻ പിന്നെ അങ്ങനെ അത്ര കണ്ട് ചോദിക്കാറില്ല. അതെന്താ വെച്ചാൽ ഞങ്ങളുടെ ഫ്രണ്ടില് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം, ഒരു സ്റ്റാൻഡ് ഉണ്ട് കണ്ടാ. അപ്പൊ നമ്മള് ഇവിടെ വരുന്ന ആളുകളോട് പെട്ടെന്ന് ചോദിച്ചിട്ടില്ലെങ്കിൽ ഇവന്മാരെന്താട്ട് വെച്ചാല് ഒരു കുറച്ച് ബളവന്മാരാ, ഓരോ മാന്തി ഒരു വണ്ടി തള്ളാതെയാണ് അവിടെ നിൽക്കുന്നത്. പക്ഷെ നമ്മളങ്ങനല്ല, നമ്മള് വണ്ടി 10-15 വണ്ടിന്റെ ബാക്കിൽ നിന്ന് തള്ളി അരമണിക്കൂർ 3/4 മണിക്കൂറായിട്ട് അവിടെ എത്തുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചോദിച്ചാല് നമുക്ക് തന്നെ കിട്ടും, ഇല്ലെങ്കിൽ ഓല് കൊണ്ടുപോകും. 11:15 ഇപ്പൊ ലോക്കൽ കിട്ടി, ഒരു 30 രൂപ. എത്ര നേരം സ്റ്റാൻഡിൽ എത്തൽ തുടങ്ങിയിട്ട്. എന്നിട്ട് നമ്മൾക്ക് അവസാനം കിട്ടിയത് 30 രൂപയുടെ ഒരു ലോക്കൽ. വളരെ അടുത്തുള്ള ലോക്കൽ തന്നെയാണ്. നമ്മൾ വന്നപ്പോ 8-9 വണ്ടികളുള്ളായിരുന്നു. ഇപ്പൊ എത്ര വണ്ടികളുണ്ട് അറിയാം ഞങ്ങൾക്ക്? ഇപ്പൊ ഒരു ഏറ്റവും ചുരുങ്ങിയതൊരു 15 വണ്ടി ഉണ്ടാവും. വണ്ടികൾ കൂടി ഓട്ടത്തിന്റെ പവർ കുറഞ്ഞു. എന്താണ് ഞാൻ പറയുന്നത്. നേരത്തെ ഒരു ട്രിപ്പ് എത്ര മണിക്കാ പോയത് എനിക്ക് ഓർമ്മ വരുന്നില്ല ഞാൻ പറഞ്ഞത്. എന്തായാലും അപ്പൊ ഒരു ട്രിപ്പ് പോയിട്ട് പിന്നെ ഇപ്പൊ ഈ 12:30 ഞാൻ അടുത്തൊരു ട്രിപ്പ് പോയത് കേട്ടാ. ട്രിപ്പ് അവസാനിച്ചു. ഞാന് ടൗണിലേക്ക് സ്റ്റാൻഡിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. ഞാൻ എന്റെ കണ്ണിൽ കണ്ട മടക്കേണ്ട ബസ്സിൽ പോയി. എന്ത് ചെയ്യാൻ. ഏതായാലും ഈ ഒരു ഞായറാഴ്ച വളരെ വൃത്തികെട്ടൊരു ഞായറാഴ്ചയായിട്ടാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷവും ഈ ഒരു ഞായറാഴ്ച നമുക്ക് പുകഴ്ത്തേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അങ്ങനെ പുകഴ്ത്തണമെങ്കിൽ എനിക്കൊരു 2 ട്രിപ്പെങ്കിലും നല്ല കനത്തിലടിക്കണം. അതുവരെ ഞാൻ ഈ ഞായറാഴ്ചനെ വൃത്തികെട്ട ഞായറാഴ്ചയിൽ വെച്ചേക്കുവാണ്. സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. കാണുമ്പോലെ വണ്ടൂർ എന്ന് പറയുന്ന സ്ഥലം ആണ്ടോ, അവിടെ ബോർഡൊക്കെ ചെയ്യണം. വണ്ടൂരാണ് പോലെ. വണ്ടൂരെങ്കിൽ വണ്ടൂര്. ഇപ്പൊ സമയം എത്രയെന്ന് അറിയോ? നേരത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇപ്പൊ സമയം 1:30 ആയിട്ടുണ്ട്. സ്റ്റാൻഡിൽ നിന്ന് എനിക്ക് പറ്റുന്ന ആരിലൊക്കെ വരട്ടെ, വെയിറ്റിങ്ങിലാണ്. നമുക്ക് ഇനി അടുത്തതായിട്ട് എവിടേക്ക് കിട്ടുമെന്ന് അറിയില്ല.
എന്തൊക്കെയായാലും ഇന്നത്തെ ദിവസം വളരെയധികം മോശമാണ്. എനിക്ക് മാത്രമല്ല എല്ലാവരും അവസ്ഥ തന്നെ. 100, 150 ഓരോരുത്തർ കാണിച്ചു തരുന്നത്. ഉച്ചവരെ 1:30 കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം. ഇന്ന് 7 മണി വരെ നമുക്ക് ഓട്ടം നടക്കുള്ളൂ. നമുക്ക് എഡിറ്റിംഗ് ഉണ്ട്, നോക്കാം. നമുക്ക് കുത്തിയിരുന്ന് നമുക്ക് കിട്ടിയത് എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ ഇത്താനോ ഒന്ന് കൊണ്ടുവന്നാക്കാം. അപ്പോൾ പിന്നെ ഏതായാലും നമുക്ക് ഇനി ചോറിനോ 1:45. ഇവിടെ ആര്യണ്ട് മാമ കഴിക്കാനാ. എവിടെ മുറിയാറേ നോട്ടെ കാണില്ലല്ലോ. വെള്ളാരം കല്ലുമ്മ കളിച്ചിട്ടാ അതിലിട്ട് ഇങ്ങനെ കുത്തി ചാച്ചേക്കൂലേ, ചമ്മന്തി അരക്കണ മാതിരി. എന്താ കറി? മത്തിയോ? ചീര എന്ന് പറയുമ്പോ പയറ് നമ്മളെ വേറെ അല്ലേ? കൈപ്പങ്ങ നമ്മളെ കൈപ്പങ്ങ, നമ്മളുടെ പയറ്, നമ്മളുടെ ചീര അല്ലേ? മീൻ മാത്രം നമ്മളുടെ അല്ല. എന്ത് ചോറ് തൊള്ളൽ വെച്ചാണ്ട് അങ്ങനെ വർത്താൻ പറഞ്ഞ കൊല്ലിക്ക് പോവും. ഞാൻ കേട്ടു ഇനി പറയണ്ട. അവള് വായന് ചോറ് വെച്ചാണ്ട് സംസാരിച്ചാലേ ഇവിടെ ഉണ്ടായതാണ് പോലെ കൈപ്പങ്ങ. എന്തായാലും ഞാനിനി ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. ഭക്ഷണം കഴിച്ചാൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോകണുള്ളൂ. എത്താ അവിടെ പോയി ഇങ്ങനെ ഇരുന്നിട്ട് അതിനേക്കാളിൽ ഇവിടെ കുറച്ച് നേരം വലപ്പം റെസ്റ്റ് എടുക്കുന്നതാണ് അല്ലേ. സമയം 4 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇക്കടെ ആരും നീച്ചിട്ടില്ല. ഇക്കടെ പാറോ പനിയാണ്. ഈ കട പാറയിലേക്ക് നമ്മളോളെ പാർപ്പിക്കണം. എങ്ങനെയാണ് ഈ കട പാറ അല്ലേ? അപ്പം അങ്ങനെ ഞാൻ പോവാട്ടോ. ഓക്കെ ഓക്കെ. അപ്പോൾ ഉച്ചവരെ ഒരു അയിഞ്ഞാട്ടായിരുന്നു. ഇനിയുള്ള ആട്ടം ഏതാട്ടാണെന്നുള്ളത് ഞാൻ ഓടിയിട്ട് പറയാം. ഊരമടി പനി മാറിയിരിക്കണം ഇപ്പോൾ കേട്ടോ. ഇവിടെ ചിന്നു ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ട്. അതായത് അവില് വറുക്കുക. അവർക്ക് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്നാക്സ് ആയിട്ട് കഴിക്കുക. അവിലല്ലേ. പിന്നെ വേറെ ഒന്ന് പറയാനുള്ളത് എന്താ വെച്ചാൽ അവില് കൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കാൻ അറിയാം എനിക്ക്. ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. അതായത് അവില് പൊതിർത്തുക, എന്നിട്ട് അതിന് പൊതിർത്തിയാൽ മതി. എന്നിട്ട് അങ്ങനെ തന്നെ വെള്ളം ഒഴിക്കാതെ ഉപ്മാവ് ഉണ്ടാക്കണ മാതിരി ഉണ്ടാക്കുക എന്നാണ് കമൻറ്റിൽ ഉണ്ടായിരുന്നത്. എനിക്കറിയില്ല, ഞാൻ ഉപ്മാവ് വരെ അവർ ഉപ്മാവൊന്നും ഉണ്ടാക്കില്ല. ഒരു ഗ്ലാസ് കട്ടൻ ചായ തരും. എനിക്ക് പോരും. അപ്പം അങ്ങനെ അവിടെ വീണ്ടും ചൂലുണ്ടാക്കാനുള്ള ഓലക്കൊടികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. മനസ്സിലായോ? നല്ല തെങ്ങിൻ്റെ ഇല എത്തിയിട്ടുണ്ട്. അടുത്ത ചൂലിൻ്റെ നിർമ്മാണം ഉടനെ ആരംഭിക്കേണ്ടതാണ്. ചൂല് ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി. നമ്മൾ കൊറിയർ അയച്ചു തരുന്നതാണ് കേട്ടോ. ചൂല് ബിസിനസ് ആയിക്കോട്ടെ. എങ്ങനെ ഉണ്ടാവും? നല്ല ചൂല. ഞങ്ങൾ മറ്റേ സൂപ്പർ മാർക്കറ്റിന് ഹൈപ്പർ മാർക്കറ്റിന് വാങ്ങണ പോലെ നല്ല നമ്മളെ സാധനം അടിപൊളി കഴിക്കാറ്. പക്ഷെ എൻ്റെ ഒറ്റ പ്രശ്നമുള്ളൂ, നമ്മൾ സാധാ കെട്ട കഴിക്കാരം. അതിന് പിടുത്തൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു ചൂല് കമ്പനി തുടങ്ങിയാൽ നമുക്ക് നല്ലൊരു ഐഡിയ അല്ലേ? ചൂലും കമ്പനി അതൊന്നും വേണ്ടല്ലേ. ഇപ്പോൾ വെറുതെ ഇറക്കാൻ എന്ത് സുഖം. അപ്പോൾ പണിയെടുക്കേണ്ടി വരും. എന്തിനാ ഇപ്പോൾ വെറുതെ പണിക്ക. കാട്ടൻ ചായയും അവില് വറുത്ത് എത്തിയിട്ടുണ്ട്. അവില് വറുത്തൊന്നും വേണ്ട. പെരുംചൂടാ. ഇത് കുടിച്ചിട്ട് ഞാനങ്ങനെ ഇറങ്ങാം. ഞായറാഴ്ചയാണ്. എൻ്റെ നാട്ടിൽ ചെക്കന്മാർ വന്ന് നിൽക്കുന്നൊരു സ്ഥലമാണത്. ഒരാളില്ല അവിടെ. ഇനി വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോയ എല്ലാവരും എനിക്കറിയാത്ത നമ്മളിവിടുത്തെ നെല്ലൊക്കെ കൊയ്തതിന് ശേഷം പ്രാക്കള്, ഞങ്ങളിതിനെ അമ്പലപ്രാക്കൾ എന്നാണ് പറയാറ്. ഓര് വന്നിട്ടുണ്ട് കൊത്തി തിന്നാൻ വേണ്ടിയിട്ട്. കാണുന്നുണ്ടോന്ന് അറിയില്ല. വരെ ചെറിയ ചെറിയ സാധനങ്ങളല്ലേ ഇതിലൊക്കെ പോകാറുണ്ട്. വാവ്, ഇത് പോരുണ്ടോ? ഇതെടുക്ക ഒറ്റക്കോ പോലെ ഉണ്ടോ? ഞാൻ പോട്ടെ കേട്ടോ. ഒരു വന്നിട്ടില്ലല്ലോ? ഒരു വന്നിക്കണോ? ഒന്നും വേണ്ട, പോയിക്കോളൂ. അതായത് ഏടത്തിയമ്മയാണ്.
ഏട്ടൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ നമ്മുടെ കുക്കുവിൻ്റെ നേരെ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണ്. അപ്പോൾ ഏടത്തിയമ്മയാണ്. ഒരു പങ്ങാടിയൊക്കെ അവിടെ നിന്ന് പോരുകയാണ്. അപ്പോൾ ഓരോ കൊണ്ട് പോന്നു. അവിടെ 2 ആൾക്കാർ നിൽക്കുന്നുണ്ട്. അതുപോലെ ചർച്ച ഉണ്ടോന്ന് കേട്ടാൽ നമുക്ക് വെറുതെ രസമായിട്ട്. ഞാൻ സ്പൈയാണ്. അയ്യോ ഞാൻ പച്ചൂത്തിട്ട് കുറേ അത് മാറ്റണം. മാറ്റല്ല, ഇതിന്റെ മേലെ കൂടെ ഞാൻ ഒരു സാധനം അടിക്കുന്നുണ്ട്. ഓമൊന്നല്ല അതിന്റെ മേലെ കയ്യണവനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഇതിന്റെ മേലെ കൂടെ ഇതിനെ മറച്ചുകൊണ്ട് ഇത് ഞാനന്ന് ഹനുമാൻ അടിച്ചതായിരുന്നു. അത് പണി അറിയാത്ത ഒരുത്തനെ കൊണ്ട് എന്റെ കിട്ടിയില്ല. പണി പഠിച്ച ഒരുത്തന് എന്റെ കജ്ജ് നീട്ടി കൊടുത്താണ് ഞാൻ. അതിന്റെ കമ്പനിക്കാരൻ ഒരുത്തുണ്ട്, ടാറ്റു അടിച്ച് പഠിക്കണവനന്ന്. അപ്പൊ ഓന് റിങ്ക് ഇന്നോ പണി പഠിച്ചു ഉഷാറാണ്. അപ്പൊ ഓനെ കൊണ്ട് തന്നെ നമുക്കത് മാറ്റിയടിപ്പിക്കാം. പിന്നെ ഓനോട് കൊറേ എന്നെ വിളിക്കണേ, ഇത് എനിക്ക് മാറ്റിയടിച്ചാരാ ജവാബ് എന്നൊക്കെ പറഞ്ഞോണ്ട്. എനിക്ക് ഒരു കൂട്ടത്തോടെ ഉറുമ്പ് കടിച്ചപ്പോ ഉള്ള ഒരു വേദന ഉണ്ടല്ലോ നമുക്ക്. അങ്ങനെ ഇങ്ങനെ ഒരു സിറിഞ്ച് പോലെ സംഭവമാണ്. ഇങ്ങനെ വൈബ്രേറ്റ് ആയണ്ട് ഇങ്ങനെ കളറിൽ ഇപ്പൊ മുക്കല്ല, ഓനന്ന് ആ സൃഷ്ടിക്കുന്നത് കളറിൽ മുക്കിയാണ്ടൊക്കെ. ഇപ്പൊ അങ്ങനല്ലല്ലോ, ഇപ്പൊ മെഷീനൊക്കെ മാറിയില്ലേ. ഇത് മായ്ക്ക വേണമെങ്കിൽ അതിനും ചെലവാണ്. ഇവിടെ അടിച്ച ആരാ കാണാ? അത് കാണാനായിട്ട് പണിയാണല്ലേ. നല്ല ആൾക്കാരെ കണ്ടത്. എത്തുന്ന തോട്ടവസ്ഥ ഞാനിപ്പോ ചോറിനാൻ പോയ ഗ്യാപ്പിൽ വല്ലതും ഉണ്ടായിക്കണം. 1:30 പോയിട്ട് എപ്പോഴാ വരുന്നേ? എത്രങ്ങാനും വണ്ടി അതെ. പിന്നെ വന്നിട്ട് അവിടുത്തെ 40 അല്ലെ മുമ്പൊക്കെ ഞായറാഴ്ച എന്ന് പറഞ്ഞാല് 1-2 ലോങ്ങെങ്കിലും നമുക്ക് കിട്ടീനല്ലോ അല്ലേ? അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. ശനി ഞായറേന്ന് ഓടിയെന്ന്. അതെ, ഒരുപാട് ആൾക്കാർ ലീവ് എടുക്കണല്ലേ. അതിന് പുതിയ ആൾക്കാർ വന്നിട്ടേ ഈ പുതിയ ആൾക്കാരൊന്നും ലീവ് എടുക്കില്ല. ഇവലിങ്ങനെ തട്ടിത്തടഞ്ഞ് ഇങ്ങനെ നിക്കന്നെ, ലൈന് വലിപ്പം കൂട്ടിയാണ്ടേ. ഇവിടെ പഴയ ആൾക്കാര് 10 ആളുണ്ടാവും, ബാക്കിയൊക്കെ പുതിയ ആൾക്കാരാ. എന്ത് ചെയ്യാനാ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയും വരും ആൾക്കാർ ഇതൊക്കെ. ഇവിടെ പെർമിറ്റ് നിന്നാ നിക്കണെങ്കി അല്ലേ? ഉച്ചക്ക് ശേഷേ നമ്മള് 4:10 ആടിയെത്തിണ്ടാവില്ലേ. 4 മണിക്ക് നമ്മൾ ഇറങ്ങി. ഇപ്പൊ ഒരു 4:15 എത്തി നോട്ടാ മതി. 4:15 എത്തി ആ റേഞ്ച് കൂട്ടിയാൽ തന്നെ ഇപ്പൊ സമയം എത്ര അറിയാം? 5:20. 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഒരു ട്രിപ്പ് കിട്ടിയത്. ആ ഒരു ട്രിപ്പ് ആണെങ്കിലോ ലോക്കലോ ചെങ്ങൈമാരെ. അപ്പൊ ഞാന് നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. നാട്ടിലേക്ക് പോകാനുള്ള കാരണം എന്താ വെച്ചാല് ഒരു ഫോൺ ട്രിപ്പ് ഉണ്ട് നമ്മൾക്ക്. ഈ നേരം വരെ നിന്നിട്ട് നമുക്ക് നല്ലൊരു ട്രിപ്പ് അതിപ്പോഴാണ് വരുന്നത്. നല്ല ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 150 രൂപയുടെ മേലേക്ക് ഉണ്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത്. ഏതായാലും ആ ട്രിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാൻ നാട്ടിലേക്ക്. വളരെ സന്തോഷമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചിലപ്പോൾ സ്ഥലം വരെ വേണ്ടി പോകണം. നോക്കട്ടെ, നമ്മളുടെ ഒരു സബ്സ്ക്രൈബറുടെ അടുത്ത് നമുക്ക് പോകേണ്ട ഒരു കാര്യമുണ്ട്. ചെങ്ങൈമാരെ ഞാൻ മറ്റേ ട്രിപ്പ് കഴിഞ്ഞു. അത് 200 രൂപയുടെ ട്രിപ്പായിരുന്നു കേട്ടോ. ആ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് ഞാൻ ഇനി പോകുന്നത് കരുവാരക്കുണ്ടിലേക്കാണ്. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോ ഇപ്പൊ ഉള്ളത് വണ്ടൂരിന്ന് ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ പോകുന്നു. എനിക്ക് 2 മിനിറ്റ് കൊണ്ട് വാണിയമ്പലത്ത് എത്തണം. ഇവിടുന്ന് 1 കിലോമീറ്റർ കൊണ്ടേ ഉള്ളൂ. പക്ഷേങ്കിൽ റോട്ടിൽ ബ്ലോക്ക് ഒന്നും ഉണ്ടാവരുത്. 2 മിനിറ്റ് കൊണ്ട് വാണിയമ്പലം എത്തണം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാല് 10 മിനിറ്റ് കഴിഞ്ഞാൽ 10 മിനിറ്റിനുള്ളിൽ ഗേറ്റ് അടവാ. അപ്പൊ ആ ഒരു ഗേറ്റ് അടവിൽ നമ്മൾ കുടുങ്ങിയത്. നമുക്ക് അപ്പുറത്തേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ പോകാൻ വേണ്ടി പറ്റും. അപ്പൊ ഞാന് വാണിയമ്പലം ക്രോസ് കഴിയട്ടെ കേട്ടോ. അടച്ച ഭഗവാനെ, ഇല്ലല്ല അടച്ചിട്ടില്ല. അവിടെ ഒരു ഹമ്പ് ഉണ്ട്, ഞാൻ രാവിലെ പറഞ്ഞില്ലേ. ആ ഒരു ഹമ്പ് കാരണമാണ് ഈ ഒരു ബ്ലോക്ക്. ഒരു വൃത്തികെട്ട 2 ഹമ്പ് 2 സൈഡിലായിട്ട്. മക്കളെ കഴിച്ചിലേക്കണ് ഗേറ്റ് അടവ് കിട്ടിയിട്ടില്ല. ഇനി നേരെ കരുവാരുണ്ട്. ഇവിടുന്ന് ഏതാണ്ട് ഒരു 18-19 കിലോമീറ്റർ വാണിയമ്പലം ഉണ്ടാവും. ചെങ്ങൈമാരെ കാളികാവ് ടൗൺ ആണ്. കാളികാവ് ടൗൺ. ഇവിടെ നിന്ന് നമ്മൾ നേരെ നേരെ വേണം നമ്മൾ പോകാം. അത് നമുക്ക് ട്രിപ്പല്ല കേട്ടോ. നമ്മൾ നമ്മളുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്
നമ്മളുടെ ഒരു സബ്സ്ക്രൈബറെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. കരുവാരകുണ്ടിലേക്കായിരുന്നു നമ്മൾ വന്നത്. ഇവിടുന്ന് നമുക്ക് 1.5 കിലോമീറ്റർ കൂടി കാണിക്കുന്നുണ്ട് കരുവാരകുണ്ട്. ഓക്കെ, കരുവാരകുണ്ട് ടൗണൊക്കെ സംഭവം അല്ലേ. വലിയ തിരക്കൊന്നും കാണാനല്ല കേട്ടോ, ഞായറാഴ്ച അല്ലേ, വലിയ തിരക്കൊന്നും ഉണ്ടാവുകയില്ല. നമ്മളുടെ വണ്ടൂർ അങ്ങാടിയാണെങ്കിൽ ബ്ലോക്കായിട്ട് ആകെ സീനാണ്. ഇവിടുന്ന് ഇനി കറക്റ്റ് ഒരു 1.5 കിലോമീറ്റർ, അതായത് എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നേക്കുവാണ്. ഇതാണ് ഇവരുടെ ബസ് സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ഇതാണ്ട് ഈ ഒരു സൈഡിലാണ്. പെരിന്തൽമണ്ണ റൂട്ടിന് നമ്മൾ പോവാം. അപ്പൊ ചെങ്ങന്മാരെ കരുവാരകുണ്ടാണ്. എന്താ ഇവിടുത്തെ സ്ഥലപ്പേര് പറയാ? ചിറക്കല് അല്ലേ? പേര് മുസമ്മില്. അപ്പോൾ മുസമ്മിൽ നമ്മളുടെ വീഡിയോ കാണുന്ന ഒരു സുഹൃത്താണ്. അപ്പോൾ നമ്മളുടെ ടെൻറ്റിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. നമ്മളൊരു ലോക്കൽ സാധനമാണ് വാങ്ങിയിരുന്നത്. അപ്പോൾ ഞാൻ അത് മാറ്റണം എന്ന് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേങ്കിൽ സാഹചര്യം വില്ലനായി നിൽക്കണം. അപ്പോൾ ഇവനൊന്ന് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഇൻസ്റ്റയിൽ, ബ്രോ എൻ്റെ കയ്യിൽ ഒരു ടെൻറ്റ് ഉണ്ട്, ബ്രോക്ക് വേണമെങ്കിൽ അത് കൊണ്ടുപോകാം. ഞാനിപ്പോൾ ഒരു യാത്ര കഴിഞ്ഞ് കൊണ്ട് പിന്നെ ഉപയോഗിച്ചില്ലല്ലേ? ഇല്ല. അതായത് നമ്മൾ ഹരിയർ ഫോർട്ട് പോയില്ലേ, ആ ഒരു വീഡിയോ കണ്ട് അവന് ഹരിയർ ഫോർട്ട് ഒറ്റയ്ക്ക് പോയേ? അല്ല, 2 പേരെ പോയത്. പിന്നെ ട്രെയിനിൽ നിന്ന് വേറെ 2 ആൾക്കാർ കൂടി കിട്ടി. മൊത്തം 4 പേരായി. അവരെവിടെ ഉള്ളായിരുന്നു? കൊണ്ടോട്ടി. 2 ആൾക്കാർ കൊണ്ടോട്ടിയിലും ഒരാൾ അരീക്കോടിലും. അങ്ങനെ അല്ല മലപ്പുറം തന്നെ. അപ്പോൾ അങ്ങനെ അവർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് അവരങ്ങനെ, ഞാൻ കുക്കുണ്ട്, അവരങ്ങനെ ഈ പറഞ്ഞ പോലെ ഹരിയർ ഫോർട്ട് കയറി. അവർ പോകുന്ന സമയത്ത് ബ്രോ വാങ്ങിയ ടെൻ്റാണല്ലേ? ഒരു കേടുമില്ല, ഡെക്കാത്തോളന്നാണ്. നല്ല വാങ്ങി കുറേ കാലം നിൽക്കും. അപ്പോൾ എന്നോട് വേണമെങ്കിൽ തൽക്കാലം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ എന്നാൽ അടുത്ത യാത്ര എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അപ്പുറത്തൊന്നുമില്ല. ഉണ്ടാകുമ്പോൾ ചോദിച്ചോ. അത് ടെൻറ്റ് ജീവനോടെ ഉണ്ടായാൽ മതി. അല്ല ഇല്ലേലും കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ അതെ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ബ്രോദിക്ക് തരുന്നത്. എൻ്റെ ടെൻറ്റിന്റെ സ്റ്റിച്ചൊക്കെ പൊട്ടി, അതിന്റെ കമ്പ് ഒടിഞ്ഞ വീഡിയോ അല്ലേ എടുത്തില്ലേ? അങ്ങനെ ബ്രോ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു അന്നെ മെസ്സേജ് അയക്കണം. റീപ്ലൈ അതെ, ഞാൻ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ച ആർക്കും ഞാൻ റീപ്ലൈ തരാൻ റീപ്ലൈ തന്നിരുന്നു. തമിഴ്നാട് ട്രിപ്പ് പോയില്ലേ? നമ്മളങ്ങനെ ചെയ്യാറില്ല. മാക്സിമം ഞാൻ തരാറുണ്ട്. പിന്നെ എപ്പോഴേലൊക്കെ തിരക്കിട്ട് പോകുമ്പോഴേ, യാത്രയിലാവുമ്പോഴാണ് ബുദ്ധിമുട്ട്. ഇവിടെ എത്തുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ടെൻറ്റിന് വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ. ടെൻറ്റ് ഇവിടെ ഉണ്ട് അല്ലേ? ഇല്ലല്ല, പഠിക്കണോ? എന്താ പഠിക്കണ? ഇസ്ലാമിക് സ്റ്റഡീസ് ആണ്. അങ്ങനെ അവിടെ പട്ടിക്കാട്. എന്നോട് പറഞ്ഞു പട്ടിക്കാട്. അപ്പോൾ അവനവിടെ പഠിക്കണം. അവൻ ഇന്ന് നാളെ പോവില്ലേ? നാളെ പോവും. അപ്പോൾ എന്താ പറയുക, നാളെ ഇപ്പം തന്നെ വന്ന് വാങ്ങിയാൽ എനിക്കിത് അവൻ എങ്ങനെയും എത്തിച്ചേരുമായിരിക്കും. പക്ഷേങ്കിൽ ഞങ്ങൾക്ക് രണ്ടാൾക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ അതാണ് സംഭവം. എന്നാൽ പിന്നെ ഞാൻ ഇത് ചായ കുടിച്ചാലോ? ചായ കുടിക്കാം. ചായ വേലുണ്ടാടേ, അവിടെ ചായ കുടിച്ചിട്ട് ഞങ്ങളങ്ങനെ പിരിയും. എന്തായാലും നോക്കാം. ഈ ടെൻ്റ് അവിടെ നിന്ന് കൊണ്ടുപോയിട്ട് നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ടെൻ്റ് ഞാൻ അവിടെ നിന്ന് കാണിക്കാട്ടാ. ഇരുടാണ് ഇവിടെ. ഞാൻ മൊബൈലിൻ്റെ ഫ്ലാഷ് ഈ വണ്ടീൻ്റെ ലൈറ്റ് ഒക്കെ പാടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, കണ്ടിട്ടുള്ളേ? നാളെ നമ്മളെ ക്യാമ്പിങ് വീഡിയോ ഉണ്ട് കേട്ടോ. എൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് ചെയ്തിട്ട് പറഞ്ഞില്ല. ഉമ്മേനെത്തി ഇപ്പം കാക്കും ഗൾഫിലാണല്ലേ? ഓക്കെ, ഞങ്ങൾ വരെ ചായ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓർഡർ എടുക്കാൻ ആൾ വരുന്നില്ലല്ലോ. അപ്പൊ ചെങ്ങന്മാരെ കരുവാരകുണ്ടിൽ നിന്ന് ഞാൻ റിട്ടേൺ വണ്ടൂരിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഇപ്പൊ സമയം 8:10 ആയിട്ടുണ്ട്. ഈ വണ്ടൂർ വീട്ടിലേക്ക് എത്ര ഇടാം? ഞാൻ നേരെ വീട്ടിലേക്കാണ്. വീടെത്തിയിട്ട് കാണാം നമുക്ക്. ചെങ്ങന്മാരെ ഇപ്പോൾ വീട്ടിലാണ്. ഇതാണ് നമ്മുടെ ടെൻറ്റ്. ടെൻറ്റ് നമ്മൾ ഓപ്പൺ ആക്കില്ല കേട്ടോ. 1000 ഇവിടെ. പനിയൊക്കെ മാറിയാ? പനി കുറവുണ്ട്. ഓറഞ്ച് വാങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നോളൂ. അപ്പോൾ ഓറഞ്ച് വാങ്ങിയിട്ടുണ്ട്. ഉഷാറല്ലേ? അപ്പോൾ ഈ ഒരു ടെൻറ്റ് ഇത് കുറ്റിട്ട് കണ്ടോ? ഇത് ഞാൻ ഇട്ട് നോക്കിയിട്ടില്ല. ഇട്ട് നോക്കണം. എന്താ പറയുക, നാളെ ഇട്ട് നോക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് ടൈമില്ല. എനിക്ക് വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്, അതാണ് ഭയങ്കര പണി. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ എന്തായാലും നമുക്ക് തിരിയണില്ല. പിന്നെ നമ്മളുടെ മുസമ്മിൽ എന്ന് പറയുന്ന ഒരു ബ്രോ, ഒരു പയ്യൻ ചെക്കന്, അവന് വലിയ പ്രായമൊന്നുമില്ല എന്നാണ് എനിക്ക് അവനെ കണ്ടിട്ട് തോന്നിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവൻ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. എന്തായാലും നല്ല അടിപൊളി ഒരു ചെക്കൻ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി അവന്. കാരണം അവൻ്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. അവൻ നമ്മളോട് പെട്ടെന്ന് തന്നെ ഒന്നിലേറെ നിങ്ങൾ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങൾ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്നെ വളരെ പരിചയമുള്ളത് പോലെയാണ്. ആണല്ലോ. പക്ഷേങ്കിൽ എനിക്ക് നിങ്ങളത്ര കണ്ട് പരിചയമില്ലല്ലോ. അത്ര കണ്ടെന്ന് പറഞ്ഞാൽ ഒട്ടും പരിചയമില്ല ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ.
അപ്പോൾ നിങ്ങൾ എന്നോട് സംസാരിക്കുമ്പോൾ തന്നെ എന്നെ ഇതുവരെ കണ്ട ആളുകളിൽ എനിക്ക് നന്നായിട്ട് അറിയാം. അതിൽ എല്ലാവരും എന്നോട് വളരെ അടുപ്പുള്ളതുപോലെയാണ് സംസാരിക്കുക. എന്നതുപോലെ തന്നെ ഇവൻ ഇതിനെ വളരെ നല്ല രീതിയിൽ അടുപ്പുള്ളതുപോലെ എന്നോട് സംസാരിക്കുകയും പിന്നെ എന്താ പറയുക, അവൻ നമ്മുടെ എല്ലാ വീഡിയോ കാണുന്നവനാണ്. നമ്മുടെ മുത്താണ് അവന്, ഒരു പാവൻ ചെക്കനാണ്. അവൻ ഒരുപാട് ക്യാമ്പിങ് പരിപാടിയൊക്കെ അവൻ്റെ നാട്ടിൽ അവൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നമ്മളെ അവന് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവനോട് ഇപ്പോൾ നമ്മൾ നന്ദി വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായി പോകും. അപ്പോൾ അതുകൊണ്ട് അവനുമായിട്ടുള്ള ബന്ധം ഞാൻ ഇനിയിപ്പോൾ യൂട്യൂബ് നിർത്തിയാൽ പോലും ഞാനത് നിലനിർത്തും എന്നുള്ളതാണ് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, നിലനിർത്താൻ പറ്റണേ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ സംഭവങ്ങളും ഉണ്ടാവില്ല. എനിക്ക് അത്ര ഇഷ്ടമായിട്ട് അവനിത് തന്നതുകൊണ്ടല്ല ഞാൻ പറയണം, അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് എനിക്ക് ഏറെ പ്രിയപ്പെട്ടത്. അവൻ്റെ ആ ഒരു സ്വഭാവം, അവൻ്റെ സംസാരവും കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഈ ഒരു ടെൻറ്റിൻ്റെ വില എന്ന് പറയുന്നത് ഏതാണ്ട് 3000 രൂപകളൊക്കെ വരുന്നുണ്ട്. ഡെക്കാത്തോളിനാണ്. നമുക്ക് നാളെ ഇട്ട് നോക്കാം. ഇന്നിപ്പോൾ എന്തായാലും അവിടെ അങ്ങനെ നിൽക്കട്ടെ. ഏതായാലും ഞാൻ ടെൻറ്റ് വാങ്ങണമെന്ന് ഇങ്ങനെ കരുതി നിൽക്കാറുണ്ട്. അപ്പോഴാണ് ഇപ്പോൾ ഇത് നമുക്ക് എന്തായാലും ടെൻറ്റ് വാങ്ങിക്കാം കേട്ടോ. ഇതിപ്പോൾ അവനെ നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ്. പക്ഷെ തൽക്കാലം നമുക്ക് ഇടാൻ. അവനോട് പറഞ്ഞത് ഇതിനിപ്പോൾ തിരിച്ച് തരുമൊന്നും വേണ്ട, നിങ്ങൾ മാക്സിമം യൂസ് ചെയ്താൽ. അപ്പോൾ ഞാനോട് പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് വാങ്ങിക്കണം കരുതിയില്ല. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അവന് പുതിയ ഒരെണ്ണം വാങ്ങിക്കൊടുക്കേണ്ടി വരും. അല്ലാന്നാണെങ്കിൽ നമുക്കിത് അവൻ പറഞ്ഞ ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ വാറണ്ടി ഉണ്ട്, ഇത് റിപ്പയർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട്, കാരണം ഒരാളുടെ സാധനം കംപ്ലയിൻ്റ് ആയിട്ട് പിന്നെ അതേപോലത്തെ സാധനം തന്നെ കിട്ടണമല്ലോ, അല്ലെങ്കിൽ മോശമല്ലേ. പക്ഷേങ്കിൽ അവന് ഒരു കുഴപ്പമില്ല. അവൻ പറഞ്ഞു ഇപ്പോൾ അത് കംപ്ലയിൻ്റ് ആയാലും കുഴപ്പമില്ല ബ്രോ അത് കൊണ്ടുപോയിക്കോ, ഞാൻ ഏതായാലും യൂസ് ചെയ്യുന്നില്ല, വീട്ടിൽ കിടക്കുവാണ് വെറുതെ എന്നൊക്കെ പറഞ്ഞു. ഏതായാലും വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ഓടിയിരുന്നത് ഒരു 200 മൊത്തം 550 റുപ്യൊക്കെ ഞാൻ ആകെ ഓടി ചെയ്തിട്ടാണ്. ഇന്നത്തെ ഒരു ഓട്ടം എന്ന് പറയുന്നത് അങ്ങനെയാണ്. എന്തൊക്കെയായാലും ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.